സീറോ മലബാർ ഞായറാഴ്ച പ്രസംഗം. സുവിശേഷ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ജേക്കബ് നാലുപറയിലച്ചൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം. ദനഹകാലം 7-ാം ഞായർ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയെ കണ്ടുമുട്ടുന്ന ശതാധിപൻ്റെ ഒരു പ്രത്യേകത, ഈ ശതാധിപൻ ഒരു ടിപ്പിക്കൽ കഥാപാത്രമാണ്. അദ്ദേഹത്തിന്, ഈ സൈന്യാധിപന് അദ്ദേഹത്തിൻ്റെ ശക്തിയെ അറിയാം, ദൗർബല്യം അറിയാം, അദ്ദേഹത്തിൻ്റെ കഴിവും അറിയാം, കഴിവ് കേടും അറിയാം. ഇത്രയും ആത്മബോധം ഉള്ള, യഥാർത്ഥ ബോധമുള്ള ഒരു മനുഷ്യനെ അധികം സുവിശേഷങ്ങളിൽ കാണാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ശക്തി അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, എൻ്റെ കീഴിലും ഭടന്മാരുണ്ട്, ഒരുത്തനോട് വാടാ എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, പോകുക എന്ന് പറയുമ്പോൾ പോകുന്നു. ദാസന്മാരുണ്ട്, അവരോട് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യുന്നു, അരുതെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ. ഇത് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്താണ്, ശക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബലഹീനതയും അദ്ദേഹത്തിനറിയാം. അതുകൊണ്ടാണ് ഈശോയുടെ അടുത്തേക്ക് വന്നിട്ട്, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന. അത് അദ്ദേഹത്തിന് ശക്തിയില്ലാത്ത, കഴിവില്ലാത്ത ബലഹീനതയുടെ മേഖലയാണ്. അവിടെയാണ് ഈ ഈശോയുടെ അടുത്ത് യാചിച്ച് നിൽക്കുന്നത്. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും സ്വഭാവത്തിലും സംഭവിക്കാവുന്നതാണ്. നമുക്കൊക്കെ ശക്തിയുണ്ട്, ദൗർബല്യമുണ്ട്, കഴിവുകൊണ്ട്, കഴിവ് കേടുമുണ്ട്. പക്ഷെ പ്രത്യേകത, ഈ കഴിവും കഴിവുകേടും ഒരേ സമയമല്ല നമ്മുടെ ജീവിതത്തിൽ വന്നു പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. കഴിവുകേട്, പരാജയം, ബലഹീനത ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ അത് ഹൃദയത്തെ അങ്ങ് മഥിക്കുകയും മനസ്സിടിയുകയും നിരാശയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാധ്യതയുണ്ട്. ഇത് ആണ് മനുഷ്യ സ്വഭാവം. അതായത് നമ്മുടെ ബലഹീനതയും വീഴ്ചകളും പരാജയങ്ങളും ജീവിതത്തിൻ്റെ ക്ഷതങ്ങളും വരുമ്പോൾ മനസ്സിടിയും, അത് മനസ്സിനെ അങ്ങ് ഭരിക്കും. ഒരിക്കലേ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തേക്ക് കയറി വന്നു. പരിചയമില്ലാത്തതായത് കാരണം പരിചയപ്പെട്ടു. എന്തിനാ വന്നതെന്ന് ചോദിച്ചു. കുർബാന ചൊല്ലിക്കാനാണ് വന്നത്. വീണ്ടും വിശദമായിട്ട് ചോദിച്ചപ്പോഴത്തേക്കാ, ചെറുപ്പക്കാരനായ ആ മനുഷ്യൻ്റെ ഭാര്യ മരിച്ചു, അതിൻ്റെ 41 ഒരു കുർബാന ചൊല്ലിക്കണം. വീണ്ടും അന്വേഷിച്ചു, എന്തേ ഇത്ര ചെറുപ്പത്തിലേ? അപ്പോഴാണ് കഥ അറിയുന്നത്. അവർ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, 2 കുട്ടികളുമായി. രണ്ടുപേരും വലിയ തീഷ്ണമതികളായ കത്തോലിക്ക യുവദമ്പതികൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് വിശപ്പില്ല, ഭക്ഷണം വേണ്ട എന്നൊരവസ്ഥ. ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോഴാണ് വയറ്റിൽ ക്യാൻസറാണ്, ട്യൂമറാണ്. പിന്നെ അതിന് ചികിത്സയായി, അതിന് ഓപ്പറേഷനായി, അതിന് കീമോതെറാപ്പിയായി, അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം പറയുന്നു, ആശുപത്രിയിൽ അവസാനം കടന്ന 10-31 ദിവസം ഇവൻ്റെ ഒരേ ഒരു പ്രാർത്ഥനയും ഒരേ ഒരു ജീവിതത്തിൻ്റെ കേന്ദ്രവും എങ്ങനെങ്കിലും സുഖപ്പെട്ടു ഇവളെ തിരിച്ചു കിട്ടണേ എന്നായിരുന്നു. പക്ഷേ അവസാനം 41-ാമത്തെ ദിവസം അവളെ തമ്പുരാൻ തിരിച്ചു വിളിച്ചു. പറഞ്ഞിട്ട് അവൾ പറയുന്നത്, ഇന്നലെയും കൂടെ കിടന്ന ഇളയ കുട്ടി, 2 വയസ്സേ ഉള്ളൂ അവൾക്ക്. അവൾ രാത്രിയിൽ ഉണർന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നത്, മമ്മി എന്തിയേ എന്നാ. എന്നിട്ട് അവൻ പറഞ്ഞു, ഞങ്ങൾ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല, എന്തേ തമ്പുരാൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു. ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ, പരാജയങ്ങൾ, വീഴ്ചകൾ, തകർക്കുന്ന അനുഭവങ്ങൾ വന്നു പെടുമ്പോൾ മനസ്സിടിയാനും നിരാശയിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ഇന്ന് സുവിശേഷത്തിൽ കാണുന്ന ഈ ശതാധിപൻ മാതൃകയാകുന്നത്. അയാൾ എന്നാ ചെയ്യുന്നത്? തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ, ബലഹീനതകൾ വന്നു വരുമ്പോൾ എന്താ, തൻ്റെ കൈപ്പിടിയിൽ നിൽക്കാത്ത സംഭവം വരുമ്പോൾ അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് യാചിക്കുന്നു. നമ്മുടെ കൈപ്പിടിയിൽ കാര്യങ്ങൾ ഒതുങ്ങുന്നില്ല എന്ന് വരുമ്പോൾ എന്തു ചെയ്യണം? ഈശോയുടെ അടുത്തേക്ക് വരിക, അവനോട് പറയുക. 8-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പറയുന്നു, യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു. യേശുവിൻ്റെ അടുത്തേക്ക് വരിക, യാചിക്കുക. എന്താ യാചിക്കുന്നത്? കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ, കുറവുകൾ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം അടുത്തേക്ക് വന്ന് ഈശോയോട് പറയുകയാണ്. ഇതാണ് ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും ബലഹീനതകളും കഴിവുകേടുകളും ജീവിതത്തിൽ വന്നു നിറയുമ്പോൾ ചെയ്യേണ്ടത്. അവൻ്റെ അടുത്തേക്ക് ചെല്ലുക, പറയുക, വിവരിക്കുക. കാരണം നിൻ്റെ പരാജയങ്ങളാണ് തൻ്റെ പ്രവർത്തനം ദൈവത്തിന് ആരംഭിക്കാനുള്ള അവസരം. നിൻ്റെ തകർച്ചയിലാണ് അവൻ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. നിൻ്റെ ബലഹീനതയിലാണ് അവൻ്റെ ബലം, ശക്തി പ്രകടമാകുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിൻ്റെ ബലഹീനതകൾ അനുഭവപ്പെടുമ്പോൾ ദൈവത്തിലേക്ക് കൈനീട്ടുക, അവൻ പ്രവർത്തിച്ചു തുടങ്ങും.
നിന്റെ തകർച്ചയിൽ അവൻ പണിയാൻ ആരംഭിക്കും. നിന്റെ വീഴ്ചകളിൽ അവൻ നിന്നെ കൈ പിടിച്ചുയർത്തും. നീ കൈ നീട്ടുക. നിന്റെ കണ്ണീരിൽ അവൻ നിന്റെ കണ്ണീര് തുടയ്ക്കുന്നവനായിട്ട് വരും. ഇതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ജീവിതത്തിൻ്റെ ബലഹീനതകളും നൊമ്പരങ്ങളും സങ്കടങ്ങളും വന്ന് ജീവിതത്തെ മഥിക്കുമ്പോൾ യേശുവിൻ്റെ അടുത്തേക്കില്ല, ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക, അവനോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. ഒരനുഭവം കേരളത്തിൽ എറണാകുളത്തും പരിസരത്തുമായിട്ട് സൂപ്പർ മാർക്കറ്റുകളിലെ ഒരു നെറ്റ്വർക്ക് വലിയ തോതിൽ നടത്തി ആദ്യകാലത്ത് കയറി വന്നിരുന്ന ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരൻ, വൻതോതിൽ വിജയിച്ചു വരികയായിരുന്നു. മാളുകൾ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. അങ്ങനെ വിജയിച്ച് വന്നു. അതിൻ്റെ കൊടുമുടിയിൽ ഒരു ദിവസം ഇയാൾ പൊട്ടി, തകർന്നു, പാപ്പരായി. അങ്ങനെ ജീവിതത്തിൽ വലിയ തകർച്ചയിലേക്കും വലിയ കടബാധ്യതയിലേക്കും പോയി. ഞാനും വിചാരിച്ചു ഈ മനുഷ്യൻ തകർന്നു പോകുമെന്ന് നിരാശയിൽ. പിന്നീട് ഒരു പ്രാവശ്യം ഇയാളെ ഞാൻ കണ്ടുമുട്ടുന്നത് എറണാകുളം ബസിലിക്കായിലെ ബൈബിൾ ക്ലാസിൻ്റെ മുൻനിരയിൽ 1-ാം സീറ്റിൽ വേദപുസ്തകവും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു. നിരാശയല്ല, ആ മുഖത്ത് പഴയതിനേക്കാൾ അന്ന് ഈ പറയുന്ന ഈ നെറ്റ്വർക്ക് കടകളുടെ ഉടമയായി ഇരുന്നപ്പോൾ കാണാത്ത ഒരു പ്രസാദം, ഒരു സന്തോഷം, ഒരു തൃപ്തി. നമ്മുടെ നിരാശകളും പരാജയങ്ങളും നൊമ്പരങ്ങളും വീഴ്ചകളും നമ്മുടെ ജീവിതത്തെ വന്ന് നിറയുമ്പോൾ മറക്കണ്ട, ഈശോയുടെ അടുത്തേക്ക് പോവുക, അവനോട് സംസാരിക്കുക. അപ്പോഴാണ് അവൻ പ്രവർത്തിച്ച് തുടങ്ങുന്നത്. നിൻ്റെ ബലഹീനതകളിൽ അവൻ്റെ ശക്തി പ്രകടമാകാൻ തുടങ്ങും. നിൻ്റെ വീഴ്ചകളിൽ അവൻ കൈനീട്ടി നിന്നെ എഴുന്നേൽപ്പിക്കും. പോരാ, നിൻ്റെ പരാജയങ്ങൾ ദൈവത്തിൻ്റെ വിജയങ്ങൾക്കുള്ള അവസരങ്ങളാണ്. ഈ ശതാധിപൻ ആവശ്യപ്പെടുന്നത്, അങ്ങ് ഒരു വാക്കരുളി ചെയ്താൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. അതിന് ഈശോ മറുപടി പറയുന്നത് എന്താണ്? ഇതുപോലെയുള്ള ഒരു വിശ്വാസം. എന്നിട്ട് പറയുന്നതോ, നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ, അങ്ങനെ സൗഖ്യം കിട്ടുക. നമ്മുടെ വീഴ്ചകളിലും നമ്മുടെ പരിമിതികളിലും നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്നിടത്തും തമ്പുരാൻ്റെ അടുത്തേക്ക് ചെന്ന് അവനോട് സംസാരിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? അവൻ പ്രവർത്തിച്ചു തുടങ്ങുന്നു. അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആ ശതാധിപൻ്റെ ഭൃത്യൻ സൗഖ്യപ്പെട്ടു. നല്ല കാര്യം. പക്ഷെ അതല്ല പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഫലം. സൗഖ്യം കിട്ടും. നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും മനസ്സിൽ നിൽക്കുന്നത് പരിഹരിക്കപ്പെട്ടെന്നിരിക്കും. പക്ഷെ അവിടം കൊണ്ട് നിൽക്കുകയല്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്ന അടുത്ത വചനം ശ്രദ്ധിക്കേണ്ടത്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ, എന്നാൽ രാജ്യത്തിൻ്റെ പുത്രന്മാർ പുറത്ത്. പ്രധാനപ്പെട്ടത് ആ ഭൃത്യന് കിട്ടുന്ന സൗഖ്യമല്ല, അതിലുപരിയായിട്ട് ദൈവരാജ്യത്തിന് ഉള്ളിലേക്കുള്ള പ്രവേശനമാണ്. ഇതാണ് പ്രധാനപ്പെട്ടത്. അത് രക്ഷയാണ്. അതായത് നമ്മുടെ ബലഹീനതകളിലും പരിമിതികളിലും ജീവിതത്തിൻ്റെ പരാജയങ്ങളിലും നമ്മൾ മനസ്സുമെടുക്കാതെ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുകയും അവനോട് അത് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവൻ പ്രവർത്തിച്ചു തുടങ്ങുന്നു. അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിൻ്റെ ഫലമായി നിനക്ക് അന്ന് ഭൃത്യന് സൗഖ്യം കിട്ടിയതുപോലെ സൗഖ്യം കിട്ടുന്നു. ഭൗതികവും താൽക്കാലികവുമായി നന്മകൾ കിട്ടുന്നു. പക്ഷെ അവിടം കൊണ്ട് അവസാനിക്കില്ല. രാജ്യത്തിന്, ദൈവരാജ്യത്തിൽ വിരുന്ന്, രക്ഷ, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം. ഇതാണ് ആത്യന്തികമായിട്ട് തമ്പുരാൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുമ്പോൾ, അവനിൽ വിശ്വാസവും ശരണവും അർപ്പിക്കുമ്പോൾ, അവൻ നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് നീ അനുവദിക്കുമ്പോൾ, അവൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ നിന്നിൽ സംഭവിക്കുന്നത്, നിന്നിലുള്ള ജീവൻ വളരാൻ തുടങ്ങുന്നു. വളർന്ന് ആ ജീവൻ സജീവമാകുന്നു. ഇപ്പോൾ തന്നെ പോരാ, അത് വളർന്ന് മരണത്തിനപ്പുറത്തേക്കും കടന്നു ചെല്ലുന്ന ജീവനായിട്ട്, നിത്യജീവനായിട്ട് മാറുന്നു, രക്ഷയായി മാറുന്നു. ദൈവരാജ്യത്തിൽ ഭക്ഷണത്തിനിരിക്കുന്ന അവസ്ഥയിലേക്ക്, ദൈവരാജ്യത്തിൻ്റെ മകനും മകളുമാകുന്ന അവസ്ഥയിലേക്ക് നീ വളരുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതത്തിലെ ഒരു അനുഭവം കരുണാമയൻ എന്ന പേരിൽ ഞാൻ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിതാണ്, ഒരു മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പാപ്പ പതിവായിട്ട് പോകുമായിരുന്നു. അവിടെ വെച്ച് ചെറുപ്പക്കാരിയായ ഒരു യുവതിയെ കണ്ടുമുട്ടി, പരിചയപ്പെട്ടു. അവളുടെ ജീവിതം, അതിൻ്റെ വിശദാംശങ്ങളും അദ്ദേഹത്തിന് അറിയാം. ഏറ്റവും അവസാനം പരിചയപ്പെട്ടപ്പം അവൾ അത്യധിക സന്തോഷത്തിലായിരുന്നു. കാരണം അവളുടെ അപ്പൻ ഉപേക്ഷിച്ചു പോയി, അമ്മ മരിച്ചു, പിന്നെ ഇളയത്തിങ്ങൾ 3 പിള്ളേരാണ് ഉള്ളത്. ആ പിള്ളേരെ വളർത്താൻ വേണ്ടി മറ്റ് ജോലിയൊന്നും കിട്ടാത്ത ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ അവസാനം വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ട് വേശ്യാവൃത്തിക്ക് പോകുമായിരുന്നു. അങ്ങനെ വേശ്യാവൃത്തിക്ക് പോകുമ്പോഴും ഇവൾ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊരു മോചനം കിട്ടണമെന്ന്. അവസാനം വന്നപ്പം വലിയ സന്തോഷത്തിൻ്റെ കാരണം ചോദിച്ചപ്പം പാപ്പായോട് പറഞ്ഞു, അവസാനം അവളുടെ നാട്ടിലേക്ക് വന്ന അവസാനത്തെ കസ്റ്റമർ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അവൾ പ്രണയത്തിലായി. അയാളുടെ ജീവിതത്തിലേക്ക് ഇവളെ ക്ഷണിച്ചു. ഇവൾ സമ്മതം പറഞ്ഞു.
അതിൻ്റെ സന്തോഷത്തിൽ മാതാവിന് നന്ദി പറയാൻ വന്നതാണ്, പഴയ അവസ്ഥ ഉപേക്ഷിച്ച് ഒരു ജീവിതത്തിലേക്ക് കൈ പിടിച്ച് നടത്തിയതിന്. ഈശോ പറഞ്ഞു തരുന്ന പാഠം ഈ ശതാധിപൻ എന്ന മനുഷ്യനിലൂടെ, ഈശോയെ കണ്ടുമുട്ടുന്ന ഈ മനുഷ്യനിലൂടെ പറഞ്ഞു തരുന്നത് ലളിതമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളും ക്ലേശങ്ങളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തെ മഥിക്കുകയും ജീവിതത്തിൻ്റെ മനസ്സിടിവിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക, അവനോട് സംസാരിക്കുക, നിൻ്റെ ഹൃദയത്തിൻ്റെ വ്യഥ മുഴുവൻ തുറന്നു പറയുക. അങ്ങനെ തുറന്നു പറയുമ്പോൾ നീ നിൻ്റെ ജീവിതം തുറന്നു വെക്കുകയാണ് ചെയ്തത്, തമ്പുരാന് പ്രവർത്തിക്കാനുള്ള ഇടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. തമ്പുരാൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, നിൻ്റെ പരാജയങ്ങളിൽ അവൻ ഇടപെടുന്നു, നിൻ്റെ ബലഹീനതകളിൽ അവൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, നിൻ്റെ ദുഃഖങ്ങൾ അവൻ ഏറ്റെടുക്കുന്നു. പരിണതഫലമോ ആ വൃത്തിന് സൗഖ്യം കിട്ടിയതുപോലെ പലതും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേ അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല, അതൊക്കെ ഇപ്പോഴത്തെ താൽക്കാലികം. ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെയുള്ള തമ്പുരാൻ്റെ പ്രവർത്തനത്തിലൂടെ, തമ്പുരാനിൽ നീ വിശ്വാസം അർപ്പിക്കുന്നതിലൂടെയും തമ്പുരാൻ നിന്നിൽ പ്രവർത്തിക്കുന്നതിലൂടെയും സംഭവിക്കുന്നത് നീ രക്ഷയിലേക്ക്, ജീവനിലേക്ക്, നിൻ്റെ ജീവൻ വളർന്നു വളർന്നു വന്ന് നിത്യമായ ജീവനിലേക്ക് നീ പടിപടിയായിട്ടടുക്കുന്നു. നിന്നിലെ ജീവൻ സമ്പുഷ്ടമായി വരുന്നു. നീ ദൈവരാജ്യത്തിൻ്റെ മകനായി മാറുന്നു, മകളായി മാറുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ഇന്ന് എന്നോട് പറയുന്ന ജീവിതത്തിൻ്റെ സന്ദേശം എൻ്റെ ഹൃദയത്തിലേക്ക് നീ പാകി വളർത്തണമേ. ആ ശതാധിപൻ അവൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ നിൻ്റെ അടുത്ത് വന്ന് നിന്നോട് പറഞ്ഞു യാചിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ വ്യഥകളിൽ നിൻ്റെ അടുത്തേക്ക് വരാനും നിന്നോട് സംസാരിക്കാനുമുള്ള സ്വഭാവത്തിൻ്റെ രീതി എനിക്ക് നീ തരണമേ. പരാജയങ്ങൾ വരുമ്പോൾ മനസ്സിടിഞ്ഞ് നിരാശപ്പെട്ടു പോകാതെ നീ അടുത്തുണ്ടെന്നുള്ള വലിയ പ്രത്യാശയോടെ നിൻ്റെ അടുത്തേക്ക് വരാനും നിന്നിലേക്ക് കൈനീട്ടാനും നിൻ്റെ കരങ്ങളിൽ പിടിക്കാനുമുള്ള സ്വഭാവവും രീതിയും എനിക്ക് നീ തരണമേ. അതിലൂടെ നിന്നിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിക്കാനും പോരാ എന്നിലുള്ള നിൻ്റെ പ്രവർത്തനം കൂടുതൽ ആഴപ്പെടാനും, അങ്ങനെ നീ എന്നിൽ പ്രവർത്തിക്കുന്നതിലൂടെ, എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടുന്നതിലൂടെ എന്നിലെ ജീവൻ അത് കൂടുതൽ സജീവമായി വരാനും ഇടയാകണമേ. അങ്ങനെ പടിപടിയായി ഈശോയെ എന്നെ നിൻ്റെ ജൈവിക ജീവനിലേക്കും നിൻ്റെ നിത്യജീവനിലേക്കും എന്നെ നീ വളർത്തണമേ. ആമേൻ.